എസ് ശ്രീജിത്തിന് തിരിച്ചടി. ചീഫ് സെക്രട്ടറിയുടെ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയിട്ടുള്ള സംഭവത്തിലാണ് നടപടി. ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ വിമർശനമുണ്ടാകുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്താണ് കോടതിയുടെ നിരീക്ഷണം? കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിമർശനം? അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതിനാണ് ADGP എസ് ശ്രീജിത്തിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിലെത്തിയത്. ഇതിൽ ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ചീഫ് സെക്രട്ടറി ഹാജരാക്കിയത്. ആ റിപ്പോർട്ടാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് കോടതി കടുത്ത വിമർശനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരനായ ദിബിൻ ഇടവനയുടെ വിശദമായ മൊഴി, അതായത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീജിത്തിന്റെ പ്രസൻസ് ഇല്ല, ശ്രീജിത്തിന്റെ സാന്നിധ്യമില്ലാതെ ഇദ്ദേഹത്തെ പരാതിക്കാരനെ കേട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് രേഖപ്പെടുത്തണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 3 ആഴ്ചക്കകം ഇതിൽ നടപടിയെടുക്കാൻ വിജിലൻസിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി, വിദേശത്തെ യൂണിഫോമിൽ പരിപാടിയിൽ പങ്കെടുത്തു തുടങ്ങിയതായിരുന്നു എസ് ശ്രീജിത്തിനെതിരായ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇതിൽ ADGP എസ് ശ്രീജിത്തിന് ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് സർക്കാർ തലത്തിൽ നിന്ന് കോടതിയിലേക്ക് എത്തിയത്. അതിലാണ് കോടതി കടുത്ത വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയതിലടക്കം നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്താനും ആദ്യം ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് അസാധുവാക്കാനുമാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് MR അജിത് കുമാർ സസ്പെൻഷനിലായതോടെ DGP റാങ്കിലേക്ക് എസ് ശ്രീജിത്ത് വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാണ് എസ് ശ്രീജിത്തിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ നീക്കത്തിന് ഇനി ഇത് തടയിടുമോ? നിലവിലുണ്ടായിട്ടുള്ള തിരിച്ചടി സ്വാഭാവികമായും ഇതൊരു പ്രശ്നമായി ശ്രീജിത്തിന് മുന്നിൽ നിലനിൽക്കുന്നു എന്നതാണ്. കാരണം അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയത് അദ്ദേഹത്തിന് നേരത്തെ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയതോടെ ആ പരാതിയിൽ ഇനി എന്ത് നടപടിയായിരിക്കും വരുന്നത് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രമോഷനുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ തന്നെ എസ് ശ്രീജിത്തിന് DGP പദവി നൽകും, സ്ഥാനം നൽകുമെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു എന്നുള്ള വിവരം ബിനിൽ പങ്കുവയ്ക്കുന്നത്. ഇത് ഇനി അദ്ദേഹത്തിന്റെ പ്രൊമോഷന് ഉൾപ്പെടെ സ്ഥാനക്കയറ്റത്തിന് ഉൾപ്പെടെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിൽ എങ്ങനെയാണ് തടയിടുവാനുള്ള സാധ്യതയാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമേൽക്കേണ്ടി വരുന്നു എന്നുള്ള വിവരം കൂടി ബിനിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എസ് ശ്രീജിത്തിന് തിരിച്ചടി ഉണ്ടാവുകയാണ്. MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ വാർത്ത വന്നു തൊട്ടു പിന്നാലെ തന്നെ ആരായിരിക്കും അടുത്ത DGP സ്ഥാനത്തിന് ഉള്ള സാധ്യത എന്നുള്ളിടത്ത് അവിടെ എസ് ശ്രീജിത്തിനെ നിയമിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത് ബന്ധപ്പെട്ട ശുപാർശ മുഖ്യമന്ത്രി പരിശോധിക്കുന്നു എന്നുള്ള വിവരം വരെ പുറത്തു വന്നിരുന്നു. എസ് ശ്രീജിത്തിനെ DGP ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കൂടി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, MR അജിത് കുമാർ തഴയപ്പെടുന്നു, സസ്പെൻഷനിലാകുന്നു, ഇല്ലാതാകുന്നു. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആകുമ്പോൾ അടുത്ത എസ് ശ്രീജിത്തിന് സാധ്യത ശുപാർശ മുഖ്യമന്ത്രി പരിഗണിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ ഈ വാർത്ത വരുന്നത്. ഇത് സ്ഥാനക്കയറ്റത്തിനെ ഏതു തരത്തിൽ ബാധിക്കും? അക്ഷയ, ഇത് സ്ഥാനക്കയറ്റത്തെ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റാണ്, സർക്കാരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇതിനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നീക്കങ്ങൾ എന്തായിരിക്കും, ആ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി എസ് ശ്രീജിത്തിൻ്റെ എതിരായ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാലമായി ഉള്ള നിയമ നടപടികൾ തുടരുകയാണ്. ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ച KM ഷാജഹാനെതിരെ എസ് ശ്രീജിത്ത് മാനനഷ്ട കേസ് നൽകിയിരുന്നു. അതിൽ ശ്രീജിത്തിന് അനുകൂലമായി തിരുവനന്തപുരം കോടതി വിധി ഒക്കെ പുറപ്പെടുവിച്ചതാണ്. ഏതായാലും ഇതിപ്പോൾ നമുക്ക് ഈ 2 ADGPമാർ, ഇപ്പോൾ ആ 2 ADGPമാർ 2 വ്യത്യസ്ത ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുകയാണ്. സംസ്ഥാനത്ത് നാളെ ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വിരമിക്കുകയാണ്, നിതിൻ അഗർവാൾ. ആ ഘട്ടത്തിൽ ആ
സ്ഥാനത്തേക്ക്, ആ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടേണ്ട അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട 2 ADGPമാരാണ്. ഒന്ന് ADGP MR അജിത് കുമാർ ആയിരുന്നു തൊട്ടു പിന്നാലെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെയാണ് സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നെ അതല്ലെങ്കിൽ S ശ്രീജിത്തിനാണ് സാധ്യത എന്ന തരത്തിൽ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീജിത്തിനെതിരായി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നടപടി അല്ലെങ്കിൽ ഈ ഒരു നിലപാട് വന്നപ്പോൾ അതിന് ഈ പ്രൊമോഷനെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെയാണ് കോടതി ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് എത്രത്തോളം ഈ പ്രൊമോഷൻ സാധ്യതകളെ ബാധിക്കും എന്നൊക്കെയുള്ളത് പിന്നീട് വ്യക്തമാവുകയുള്ളൂ. അക്ഷയ.